അയ്യോ ഇതേത് നരകം എടാ പട്ടി ഡോക്ടറെ ഞങ്ങളെ എങ്ങനെയാണ് അടുത്ത നരകത്തേക്ക് കൊണ്ട് നിൽക്കണേ അയ്യോ. ഓ ഞാൻ പറയാൻ മറന്നു പോയിട്ടോ, ഇതാണ് അണ്ടർഗ്രൗണ്ടിലെ 202 നിലയോ. ഓ എടാ മുതുക്കൻ ഡോക്ടറെ ഞങ്ങൾ എങ്ങനെയാണ് കൊണ്ട് നിൽക്കണേ എടാ പട്ടി. എടാ മാവിനെ നീ എൻജോയ് ചെയ്യടാ കൂട്ടാ, എൻജോയ് ചെയ്യ്, ഇതൊക്കെ രസല്ലേ. എന്താണ് മോനെ രസ? എവിടുത്തെ രസം? ചാവപ്പറമ്പി കൊണ്ടിട്ടാണോ തന്റെ രസം? മോനെ മാവിനെ അങ്ങനെ പറയില്ല കൂട്ടാ, ഇത് ചൗപ്പറമ്പല്ലോ, ഇതാണ് ഡ്രാക്കുള കോട്ട. ഡ്രാക്കുള കോട്ടയാണ്, മാറി പറയില്ലേ. അയ്യോ എടോ തന്നോട് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾ ചൂടാവണ്ടിരിക്കേ, ഞാൻ നിങ്ങൾ കാഷ്വാലിറ്റിക്ക് എത്തിക്കാം. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. 202 ഫ്ലോറ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, എൻജോയ് ചെയ്യാം. എമ്മി ടീച്ചറെ ഇമ്മളെ പ്രേതം പിടിച്ചിട്ട് ഇങ്ങനെ തോന്നണേട്ടാ, ഇയാൾക്ക് ഭ്രാന്ത. രക്ഷപ്പെടും പറഞ്ഞോണ്ടിരുന്നിട്ട് എന്ത് കാര്യം ടീച്ചറെ? നമ്മൾ ഈ നരകത്തിലല്ലേ, ഇയാൾ നമ്മള് ഫ്ലോറ് നമ്മൾ പ്രേതപ്പറമ്പിക്ക് കൊണ്ടുപോണ്ടിരിക്കുക. അയ്യോ നിങ്ങൾക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. സംഭവം സർപ്രൈസ് അല്ലേ. ഡാക്കുള കോട്ട ഇങ്ങനെയുണ്ട്. ഇതാണ് ഡാക്കുള കോട്ട. അടിയത്തെ ഫ്ലോറിലെ 202 നില ഡാക്കുള കോട്ട. ഇവിടെ 202 മരണം നടന്നുണ്ട്. 202 മരണം സത്യമായിട്ടും. അയ്യോ എടാ പട്ടി ഡോക്ടറെ, നിന്നൊക്കെ പഠിപ്പിക്കണ നേരം കൊണ്ടേ വല്ല വാഴ വെക്കാം. വാഴ അതായിരിക്കും ഇതിനേക്കാൾ നല്ലത്. എന്നാ പിന്നെ വാഴ വെച്ചാ പോരെ, എന്തിനു പഠിപ്പിക്കാൻ നിക്കണേ മണ്ട്? എന്തിനാണ് നീ പറഞ്ഞേ? എന്തിനാന്ന് ഞാൻ കേട്ടില്ല. കുറച്ചുകൂടെ ഒച്ചനെ പറ. എന്തിനാ പറഞ്ഞത്? അയ്യോ സാറേ, ഞാൻ വാഴക്കൊലിക്കൊക്കെ നല്ല വിലയെന്ന് പറയായിരുന്നു. അതെ ആടാ, വാഴക്കൊല്ലിക്കൊക്കെ നല്ല വിലയാണ്. നീയൊക്കെ പഠിക്കാൻ വരുന്ന നേരത്തെ വല്ല വാഴക്കൊല വിൽക്കാൻ പോ. എങ്ങനെ തന്നെ സാറേ എന്റെ പേപ്പറേ എനിക്ക് ഇത്ര മാർക്കുണ്ട്. ഓ നിന്റെ വർത്താനം കേട്ട ഇതിൽ എന്തോ ഉള്ള പോലെയാണല്ലോ എന്റെ പൊന്ന് രാഹുലെ. രാഹുലിന്റെ പേപ്പറിലെ മാർക്ക് എല്ലാരും കേട്ടോ, 80-ൽ 5. 80-ൽ 5 എന്റെ മോനെ രാഹുലേ, നിന്നൊക്കെ സമ്മതിച്ചു. സാറേ ഞാൻ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാ. കഴിഞ്ഞ പ്രാവശ്യം 2 ഉണ്ടായുള്ളൂ, ഈ പ്രാവശ്യം 5 ആയില്ലേ. 3 മാർക്ക് കൂടി. എന്റെ പൊന്നു നിന്നൊക്കെ ടഫോ. ഇന്ന് എന്റെ പേപ്പർ കൊണ്ടേ പുഴുങ്ങി തിന്നി, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ സാരം തെറ്റൊക്കെ പറയണേ, പുഴുങ്ങി തിന്നാന് അതിങ്ങനെ പറ്റാ. കത്തിക്കാൻ പറ്റും, പുഴുങ്ങിട്ട് തിന്നാനേ പറ്റാ. ഈ പേപ്പറും മേടിച്ച് നിന്റെ സീറ്റിൽ പോയിട്ട് ഇരുന്നടാ മണ്ണുങ്ങുണ രാഹുലെ. നിന്നൊക്കെ പഠിപ്പിക്കണം നേരത്ത് വല്ല. ഈ സാറ് കുറെ നേരം പഠിപ്പിക്കുന്ന നേരത്ത് വാഴ വെച്ചാൽ മതി, പഠിപ്പിക്കുന്ന നേരത്ത് വാഴ വെച്ചാൽ മതി. ഇങ്ങനെ വാഴ വെച്ചാൽ പോലെ എന്തിനു പഠിപ്പിക്കാൻ പറ്റേ? എന്താണ് എന്റെ സൗന്ദര്യം നോക്കിയിരിക്കാണ്ട് പോയി സീറ്റിൽ പോയിരിക്കണ. പേപ്പർ വന്നില്ലേ പിന്നെ എന്നിട്ടാ മണ്ണിത പിലമിളി. എത്ര വട്ടം ഈ പൂത്തുകളോട് ഒച്ചുണ്ടാക്കാണ്ടിരിക്കുന്ന പറഞ്ഞോണ്ടിരിക്കണേ. ഓ ലീലാമണി അരവിന്ദൻ ശുഭമോനെ എന്റെ പേപ്പറാടാ. അയ്യോ ആദ്യപ്പെട്ടേ എന്റെ പേപ്പർ. മോളെ ലീലാമണി, നീ ജന്മന ഇങ്ങനെയാണോ? ആണോ? അല്ല, നീ ജന്മന മണ്ടത്തിയാണോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മണ്ടത്തി ആയതാണോ എന്ന് ചോദിച്ചതാണ്. അയ്യോ സാറേ, അയ്യോ ഞാൻ അങ്ങനെ ലീലാമണിയുടെ മാർക്ക് എല്ലാവരും കേട്ടോട്ടാ, എല്ലാവരും കേട്ടോ.
ടീച്ചറെ പറയേ പൂജ അച്ഛോ ലീലാമണിയുടെ മാർക്ക് 80-ൽ 1. ഇമ്മടലിയാണ് കേട്ടാ ശിവനെ എടാ പൊട്ട ബ്രോ ഒന്നും മിണ്ടാക്കിത്തരാ അതിനേക്കാൾ കൂടുതൽ നാളെ നമ്മള് കേട്ടാ പോവാ അയ്യോ ശിവമോനെ നമ്മൾ നാണം കിടന്ന് തോന്നണില്ലടാ അതെന്താ സുബ്രോ നീ അങ്ങനെ പറഞ്ഞേ അതെന്താടാ നാണുള്ളവരടക്കെടൂ നമുക്ക് നാണം വേണ്ട പോവാനായിട്ട് നമുക്ക് നാണം മാനൊന്നില്ലല്ലോടാ അയ്യോ ഈ മാർക്ക് മേടിക്കാനാണോ നീ കഷ്ടപ്പെട്ട് ഈ ക്ലാസ്സിക്ക് ബേഗഞ്ഞോന്ന് വരണല്ല ദിവസം? നിന്നൊക്കെ സമ്മതിക്കണം. കുറച്ച് ഉളുപ്പുണ്ട് നിനക്ക്, കുറച്ച് ഉളുപ്പ്. ആ നിനക്ക് നാണമാനൊക്കെ ഉണ്ട് അല്ലേ? ആ എന്റെ അപ്പൊ പറഞ്ഞ നന്നായി ലീലാമണിയെ. എനിക്ക് നാണന്മാരുണ്ട്, കുറച്ച് നാണന്മാരൊക്കെ ഉണ്ട് സാറേ. ആ നാണമാനം ഉള്ളോണ്ടായിരിക്കും നീ 80-ൽ 1 മേടിച്ചേക്കണേ അല്ലേ? കഷ്ടം തന്നെ, കഷ്ടം. ലീലാമണിനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കാണല്ലോ താമ്പായേ. എല്ലാവരും കേക്കണം, ലീലാമണിക്ക് എങ്ങനെയാണെന്നറിയാം 80-ൽ 1 കിട്ടിയത്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ലീലാമണിക്ക് 1 കിട്ടാൻ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ഫുള്ള് കോമഡിയാണല്ലേ. ലീലാമണി ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ പകർത്തി വെച്ചു. അങ്ങനെ 5ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ആ ക്വസ്റ്റ്യനിലെ ആൻസർ ഉണ്ടായിരുന്നു. അങ്ങനെ ലീലാമണിക്ക് 1 കിട്ടിയത്. അല്ലെങ്കിൽ 0 കിട്ടണ്ടായിരുന്നില്ല ലീലാമണിക്ക് 0. ശിവമോനെ ലീലാമണി നാണം കട്ടടാ അയ്യോ. നീ പേടിക്കണ്ടടാ സുബ്രോ, അടുത്ത നാണം കടാൻ പോണ നമ്മളാ. അയ്യോ കണ്ടേ മിന്നുസ കണ്ടേ, ലീലാമണിക്ക് എന്റെ മാർക്ക് പോലില്ല. എനിക്ക് 85-ല് അവൾക്ക് 1 ഉള്ളൂ. അവൾക്ക് മാർക്കില്ല എനിക്ക്. പിള്ളേര് നിങ്ങൾ തന്നെ പറ, 80-ൽ 5 കുറഞ്ഞ നല്ല മാർക്കല്ലേ അല്ലേ? രമ്യ ടീച്ചറെ, ഇതെന്താ പ്രകാശം ഇങ്ങനെ ഇങ്ങനെ പോണത്? എന്താ ഇത് രമ്യ ടീച്ചറെ? എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു സയൻസിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. അയ്യോ ടീച്ചറിന് ഇംഗ്ലീഷ് ടീച്ചറെ എന്താ അറിയാന്തണോ? ഇതെന്താ ഇങ്ങനെയൊക്കെ? അയ്യോ പ്രേതം, അയ്യോ. ശോശാമ 10 വർഷം മുമ്പ് ഇവിടെ തൂങ്ങിമടിച്ച ശോശാമ. ശോശാമേ നിങ്ങൾക്ക് ആരാണ് ഈ ശോശാമെന്നറിയോ? ശോശാമ്മ ആരാന്ന് നിങ്ങൾക്ക് അറിയോന്ന്? ഈ പ്രേതങ്ങളൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ഒന്ന് പോയിട പ്രാന്ത. രമ്യ ടീച്ചറെ പേടിച്ചിട്ട് പോയി. രമ്യ ടീച്ചറെ ഈ പ്രേതങ്ങളെ കാണുമ്പോ അയ്യോ. മാവിനെ പറ, നിങ്ങൾക്ക് ആരാണ് ഈ ശോശാമെന്നറിയോ? അറിയോന്ന്? ഡോക്ടറെ എന്റെ പേര് മാവിന്നല്ല, മെൽവിൻ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, മാവിനായാലും മെൽവിനായാലും വിളിച്ചാ പോരെ. മെൽവിനെ നിനക്കറിയോ ആരാണ് ഈ ശോശാമെന്നറിയോ? ഓ പണ്ടാരടങ്ങാനായിട്ട് ഒന്ന് പറഞ്ഞു തൊലക്കടോ. ഇതാരാണ് ഈ ശോശാമ? സോറി ടീച്ചറെ, ടെൻഷൻ വന്നപ്പോ. ഡോക്ടറെ ആരാണ് ഈ ശോശാമ? ശോശാമ ആരാന്നറിയോ? 100 വർഷം മുമ്പ് ഇവിടെ തൂങ്ങി മരിച്ച ഒരു പാവ സ്ത്രീയാ, പാവ സ്ത്രീ. ശോശാമയ്ക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞേട്ടെ, ഡിപ്രഷൻ. ഡിപ്രഷൻ വരാനായിട്ട് പ്രധാന കാരണം ശോശാമയ്ക്ക് എല്ലാ ദിവസം രാവിലെ ചായ കിട്ടണമായിരുന്നു. ഒരു ദിവസം ശോശാമയ്ക്ക് ചായ കിട്ടിയില്ല. ചായ കിട്ടാണ് ഡിപ്രഷന്. അങ്ങനെ ശോശാമ ഈ ഫ്ലോറിൽ കിടന്ന് ഒച്ചയുണ്ടാക്കി, എല്ലാവരോടും ഒച്ചയുണ്ടാക്കി, ചായതാ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ശോശാമ ചായ കിട്ടാണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചു, നല്ല രീതിയിൽ വിഷമിച്ചു. പാവം ശോശാമ. അവസാനം ഭർത്താവായ ശോശാമരെ ഭർത്താവ് ചായ പിടിക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ശോശാമയ്ക്ക് ചായ കൊടുത്തിണ്ടാവില്ല ഭർത്താവ്. ചായ പിടിക്കാനാണ് ഭർത്താവ് പോയേ, പക്ഷേ ശോശാമരെ ഭർത്താവിന് ചായ കിട്ടിയില്ല. എന്താ കാരണം അറിയോ? ചായക്കടയില് ചായ ഉണ്ടായില്ല. ഇതൊക്കെ എന്തോന്ന്? എന്നിട്ട് ശോശാമന്റെ ഭർത്താവിനോട് കരഞ്ഞു പറഞ്ഞു, എനിക്ക് ചായ വേണം ഭർത്താവേ, എനിക്ക് ചായ വേണം ഭർത്താവേ. എന്നിട്ട്
എന്തിട്ടുണ്ടാവനാ ശോശാമരെ ഭർത്താവ് ശോശാമരെ തലക്ക് ഒരു പാത്രം കൊണ്ട് ഒരു ഒറ്റടി. നല്ല കാര്യം, നല്ല കാര്യമാണ്, നല്ല കാര്യം. ഈ മാതിരി വാശി കാണിച്ച തലയമല്ലാണ്ട് പിന്നെ എവിടെ അടിക്കാനെ? തലയമടിച്ച ദേഷ്യത്തില് ശോശാമയ്ക്ക് വാക്കിൽ തങ്കടായി. തലയമടിച്ച വിഷമത്തില് ശോശാമ ഓടിപ്പോയി ഒരു തയറും ഒരു ചാക്കും എടുത്തോണ്ട് വന്നിട്ട് തൂങ്ങിച്ചത്തു. കയറും ചാക്കെടുത്തോണ്ടെന്ന് തോന്നിച്ചായി. ചാക്കെന്തിനാ? ചാക്കത്തിനെന്ന് വെച്ച് കഴിഞ്ഞാ ചാക്കിന്റെ ഉള്ളിന്ന് നൂലെടുത്ത് ചോച്ചാമ കാലുമ കെട്ടി എന്നിട്ട് ചാക്കെടുത്ത് നിലത്തിക്കിട്ടു. അതിനുശേഷമാണ് ചോച്ചാമ തൂങ്ങിച്ചത്. അശ്ശേ, എന്ത് വൃത്തികെട്ട കഥയത്. അതിനുശേഷം ശോശാമ്മ പ്രേതായിട്ട് വന്ന് ശോശാമ്മരെ ഭർത്താവിനും ഈ ഫ്ലോറിലുണ്ടായ 101 പേരും എല്ലാവരും കൊന്നുകളഞ്ഞു. അതിനുശേഷം ഈ ആശുപത്രിയിലെ ഈ 202 നില മൊത്തം പൂട്ടിയിട്ടു. വൃത്തികെട്ട പ്രേതം. അശ്ശേ, ഒരു ചായക്ക് വേണ്ടി ഇമാതിരി പ്രാന്ത് കേട്ടിട്ട് തുമ്മിച്ചെത്തുന്നു. ശോശാമ്മ ഒരു പാവല്ലേ, പാവ ശോശാമ്മ അല്ലേ. ഇത്ര പാവങ്ങളെ മൊത്തം കൊന്നുകളഞ്ഞ് ശോശമ്മ പാവോ? ഏതോടത്തില്. അയ്യോ ഡോക്ടറെ, എന്നാലും ശോശാമ്മ ചാക്കിന്റെ നൂലെടുത്ത് കാലുമ കെട്ടിട്ട് ചാക്കെന്തിനെ പുറത്തേക്കിട്ടെ? എനിക്കത് മനസ്സിലായില്ലേ, സത്യമായിട്ട് മനസ്സിലായില്ലേ. അത് ശോശാമ്മയ്ക്ക് ചെറുപ്പം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വലിയൊരു ആഗ്രഹം. എന്ത് തൂങ്ങിച്ചാവല? അതായിരുന്നു ആഗ്രഹം. ശോശാമ്മയ്ക്ക് ചാക്കിന്റെ നൂലെടുത്ത് കൈമ കെട്ടി നിലത്തേക്ക് ചാക്കിട്ട് എന്തോരം നൂല് ചാക്കമ്മ ഉണ്ടെന്ന് അറിയണമായിരുന്നു. അതായിരുന്നു ശോശാമ്മയുടെ വലിയ ആഗ്രഹം. ശോശാമ ഒരു വലിയ സയന്റിസ്റ്റ് ആയിരുന്നല്ലേ ഇപ്പൊ. അയ്യോ, ശോശാമ്മ ചവണക്കൊമ്പ് ആഗ്രഹം നടത്താനായിട്ട് ശോശാമ്മ കാലുമേ ചാക്കിന്റെ നൂലെടുത്ത് കെട്ടി ചാക്ക് പുറത്തേക്ക് ഇട്ടത് ചെല്ലരുടെ ഉള്ളിൽ കൂടെ. നിന്റെ സംശയങ്ങളെല്ലാം തീർന്നില്ലേ? ഡോക്ടറെ, അയ്യോ ഇതെന്തെങ്കിലും ഇഷ്ടടത്തെ? ഞങ്ങൾക്ക് ശരിക്കും എന്താ പോവാൻ പറ്റത്തെ? ഡോക്ടറെ രക്ഷിക്ക് ഡോക്ടറെ. ഇനി വേറെ വല്ല സംശയവും ഉണ്ടെന്നുണ്ടെങ്കിൽ ശോശാമ്മ നേരിട്ട് ചോദിച്ചോ. നീ മാവിനെ ചോദിച്ചോടാ മോനെ. ചോദിച്ചാമ എനിക്ക് സംശയമൊന്നുമില്ല. അയ്യോ ഇല്ല. നിങ്ങൾ പേടിക്കണ്ട, ശോശാമ്മ തന്നെ വിചാരിച്ചാലാണ് ലിഫ്റ്റ് അടയുള്ളൂ. ശോശാമ എന്താ ലിഫ്റ്റിന്റെ ഓപ്പറേറ്ററാണോ? ശോശാമ വിചാരിക്കരുത് പറഞ്ഞേ. ഡോക്ടറെ ഞങ്ങളെ കൊലക്ക് കൊടുക്കല്ലേ ഡോക്ടറെ, അധികം ജോലിയില്ല. മോനെ വലിവിനെ നീ ടെൻഷൻ അടിക്കണ്ടിരിക്കും. നീ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ചോര വേണം, ചോര. അയ്യോ ശോശാമ, അയ്യോ ശോശാമേ, എന്നെ കൊല്ലല്ലേ. എന്റെ ചോരില്ല, എന്റെ ചോരില്ല, ഇതിന് ചോരില്ല. ഇടപെട്ടെടുക്ക. ഒന്നും മിനിറ്റ് നിറ ടെൻഷൻ അടിപ്പിക്കണ്ടോ. ശോശാമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ വർത്തനം പറഞ്ഞ കേൾക്കണേ. സാധാരണ ഇങ്ങനെയല്ലല്ലോ. കണ്ടപാട് പിടിച്ച് തിന്നാറ പതിവ്. ഇതെന്താ പറ്റിയാണവോ? നിന്റെ മോൻ ഐസ്ക്രീം ആണെങ്കിൽ ഞാൻ തിളച്ച സാമ്പാറ്. എന്നോട് വർത്താനം വേണ്ട, എനിക്ക് ഇപ്പൊ ചോര വേണം. ഡോക്ടറെ, ഈ ശോശാമയ്ക്ക് വിവര വിദ്യാഭ്യാസം ഇല്ലല്ലേ? അയ്യോ, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശോശാമ്മയ്ക്ക് വേർപ്പിന്റെ അസുഖം വന്നത്. പഠിക്കുമ്പോ ശോശാമ്മയ്ക്ക് അപ്പ വേർക്കും. അശ്ശേ, അതിന്റെ പുസ്തകം. അങ്ങനെ ശോശാമ്മ പഠിക്കും, അപ്പ വേർക്കും. വീണ്ടും പഠിക്കും, അപ്പ വേർക്കും. അങ്ങനെ ശോശാമ്മ വേർത്ത് അവിടെ മൊത്തം ഒരു കൊളായി. അങ്ങനെ ശോശാമ്മയുടെ വേർപ്പുണ്ട് കുളണ്ടായിട്ട് ആ കുളത്തിന്റെ പേര് ശോശാമ കുളം കിട്ടൂലേ? അങ്ങനെയല്ലേ ഡോക്ടറെ കഥ? ടീച്ചറെ സംശയം ചോദിച്ചതോളൂ ടീച്ചറെ. എടാ മെൽവിനെ, നീ ആൾ കൊള്ളാലോടാ. കാര്യങ്ങളൊക്കെ നീ പെട്ടെന്ന് മനസ്സിലാക്കിയല്ലോ. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ഡോക്ടറെ. ഡോക്ടർ പറ. ശോശാമ്മ പഠിക്കും, ശോശാമ്മ വേർക്കും. ശോശാമ്മ പഠിക്കും, വേർക്കും. ഇതന്നെ കളി. ശോശാമ്മ പഠിക്കും, ശോശാമ്മ വേർക്കും. ശോശാമ്മ പഠിക്കും, ശോശാമ്മ വേർക്കും. ഡോക്ടറെ വേർത്ത് കഴിഞ്ഞ് ബാക്കി പറയൂ. അങ്ങനെ വേർത്ത് ശോശാമ്മ അവസാനം ഒരു കാര്യം തീരുമാനിച്ചു. പഠിപ്പ് നിർത്താനായിരിക്കും. എടാ കൂട്ടാ, നീ എല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ. നീ ആളെ കൊള്ളാലോ ഡിണ്ടാക്കടി മോനെ. അങ്ങനെ ശോശാമ്മ പഠിത്തം നിർത്തി 1ാം ക്ലാസ്സിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ശോശാമ്മയ്ക്ക് വിദ്യാഭ്യാസത്തിലെത്തത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തിലല്ലേ പഠിപ്പ് നിർത്തണ്ടായിരുന്നു. എന്തായാലും ഡോക്ടറെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കും ഡോക്ടറെ, പ്ലീസ്. ഡോക്ടറെ, ഇതേതാ സ്ഥലം? അയ്യോ, നീയല്ലട പറഞ്ഞ മെൽവിനെ നരകത്തി പോണെന്ന്. നീയല്ല പറഞ്ഞേ. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. ഈ നരകത്തെ രക്ഷിക്കാനല്ലേ പറഞ്ഞേ. അയ്യോ, നീയല്ലട പറഞ്ഞ മെൽവിനെ നരകത്തി പോണെന്ന്. നീയല്ല പറഞ്ഞേ.
എടാ ഡോക്ടറെ ഇവിടെ എന്താണ് നടക്കണേ? മോനെ മാവിനെ നീയല്ലട പറഞ്ഞേ നിനക്ക് നരകം കാണണമെന്ന്. ഇതാണ് നരകം. നമ്മുടെ ചോശാമില്ലേ, നമ്മുടെ ചോശാമനെ കുഴിച്ചിട്ട സ്ഥലം ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ചോശാമനെ കുഴിച്ചിട്ട. ശോശാമേനെ കുഴിച്ചിട്ട സ്ഥലോ? മോനെ മെൽവിനെ നീയല്ലട കുട്ടാ പറഞ്ഞേ നരകം കാണണമെന്ന്. ഞാനെപ്പോ പറഞ്ഞു നരകം കാണുന്നു പോട്. മോനെ മാവിനെ നീ നന്നായിട്ടൊന്ന് ഓർത്തോക്ക്. നീ പറഞ്ഞില്ലേ മോനെ നരകം കാണണമെന്ന്. ഞാൻ നരകം കാണുന്നല്ലോ പറഞ്ഞേ. ഈ നരകത്തെ രക്ഷപ്പെടുത്താനല്ലേ? അയ്യോ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നരകം എന്ന് പറഞ്ഞില്ലേ അപ്പൊ നരകം കാണിക്കാനായിട്ട് നമ്മുടെ ചോദിച്ചമ്മ നമ്മളവിടെ എത്തിച്ചതാണ്. ടീച്ചറേ എന്ത് ഇവിടെ നടക്കണേ? അയ്യോ ഇതെങ്ങനെ പെട്ടെന്ന് ചുടല പറമ്പിന്ന് വീട്ടിൽ ലിഫ്റ്റിലെത്തിയത്? അയ്യോ ഇതൊക്കെ ശോശാമരുടെ ഒരു വികൃതികളല്ലേ, വികൃതികള്. ഞങ്ങളുടെ ജീവിതം വെച്ചാണ് ഡോക്ടറെ വികൃതി ശോശാമയുടെ. അയ്യോ നിന്നോടൊക്കെ വായിട്ടരച്ചിട്ട് എന്റെ വായിലെ വെള്ളം തീരാന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമില്ല എന്ന് എനിക്ക് കാര്യം മനസ്സിലായി. വീട്ടില് പറയണോ വേണ്ടേന്ന് അത് ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം നീ എന്റെ സൗന്ദര്യം നോക്കിയിരിക്കാണ്ട് സീറ്റി പോയിട്ട് ഇരിക്കും. ചെല്ല് ചെല്ല് ചെല്ല്. ഈ മധുസാറിന്റെ ഒരു തമാശകളില്ലേ, സൗന്ദര്യം നോക്കാനായിട്ട് ഇങ്ങേർക്ക് എവിടുത്തെ സൗന്ദര്യം നോക്കാനായിട്ട് മണ്ടൻ സാർ. നീ പെട്ടല്ലേ? അച്ഛാ ഒരു മാർക്ക് കിട്ടിയുള്ളൂലേ. ആട് സുബ്ര ഈ ഒരു മാർക്ക് വെച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോണെന്ന് ആലോചിക്കണടാ. അച്ഛോ ശിവമോനെ അടുത്ത നമ്മുടെ പേപ്പറൊന്ന് തോന്നണട്ടാ. അച്ഛോ ഇനി വിളിക്കാൻ പോണ രണ്ടുപേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ വിശിഷ്ട വ്യക്തികളാ. വിശിഷ്ട വ്യക്തികൾ, ക്ലാസിന്റെ അഭിമാനവും കണ്ണിൽ ഉണ്ണിയുമായ രണ്ട് പിള്ളേര്. അത് ഏത് വിശിഷ്ട വ്യക്തികളാടാ? മാളൂന് എനിക്കും പേപ്പർ കിട്ടിയതാണല്ലോ. പിന്നെ ഞാൻ വിശിഷ്ട വ്യക്തികളെ നമ്മൾ രണ്ടുപേരല്ലുണ്ട്. ഞാനല്ലാത്ത വിശിഷ്ട വ്യക്തി വേറെ ആരാണ്? ക്ലാസിന്റെ അപമാനവും ക്ലാസിനെ നാണം കെടുത്താനായിട്ട് ഉയർത്തെഴുന്നേറ്റ രണ്ട് വിശിഷ്ട വ്യക്തികളാണ് എന്നെ വിളിക്കാൻ പോണത്. നാണം മാനം അങ്ങനെ ഒരു സാധനങ്ങളും ഈ രണ്ടുപേർക്കും തൊട്ടടുത്തുകൂടെ പോയിട്ടില്ല. രാവിലെ എന്തിനോ വേണ്ടി കെട്ടിയെടുത്ത് വരും ക്ലാസ്സിലേക്ക്, എന്തൊക്കെയോ ചെയ്ത് തിരിച്ചു പോകും. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റോ ആ രണ്ട് വിശിഷ്ട വ്യക്തികൾ ആരാണ് നമ്മുടെ ക്ലാസ്സിലെ? ശിവമോനെ നമ്മൾ അപമാനിക്കുന്ന തോന്നുന്നുണ്ടാ. ഇനി ഇതിലും കൂടുതൽ എന്ത് അപമാനം കിട്ടാനാടാ? അച്ഛോ ഒരു 2 മാർക്കെങ്കിലും ഉണ്ടായി മതിയായിരുന്നു നമ്മുടെ പേപ്പറിൽ. ശിവമോനെ സുബ്രമോനെ ഇതിപ്പോ എന്നെ അപമാനിച്ചേക്കാളും കൂടുതൽ നിങ്ങൾ അപമാനിക്കണല്ലോടാ. നാണം കെടുത്ത ഈ സാറ് എന്തിനാളേ തമ്പായേ. എന്നാലും സാറ് ആരെ കുറിച്ചാണോ പറഞ്ഞേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ ഇപ്പൊ പറഞ്ഞ രണ്ട് വിശിഷ്ട വ്യക്തികൾ ആരാണ്? നാണം മാനില്ലാത്ത വിശിഷ്ട വ്യക്തികൾ ആരാന്ന് ഊഹിക്കാൻ പറ്റുമോ? മാള് പറയൂ, ആരായിരിക്കും? വളരെ വളരെ കറക്റ്റ് മാളു, വളരെ കറക്റ്റ്. പിന്നെ വേറെ ആരാണ് നമ്മുടെ ക്ലാസ്സിലെ വിശിഷ്ട വ്യക്തികള്? എന്തായാലും വിശിഷ്ട വ്യക്തികൾ എല്ലാരും കൂടെ ആനയിക്ക. ശിവമോനെ സുബ്രുവാ നിങ്ങൾ അപമാനിക്കുന്ന കണ്ടാ നിന്നെക്കാൾ കൂടുതൽ ഞങ്ങൾ അപമാനിക്കാമല്ലോ. എനിക്ക് എന്താടാ അതിനുശേഷം നമ്മുടെ പണി. അല്ല പിന്നെ നാണം കെടുത്തി യുവാൻ തൊലി ഉരിക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ പണി കൊടുക്കാൻ പോണേ അല്ലേ മെള്ളേ? ഷിബുവ സുബ്ര നിന്നൊക്കെ ഞാൻ പ്രത്യേകം വിളിച്ച് ആനയിക്കണം ഇങ്ങോട്ട് വരാനായിട്ട്. നിങ്ങൾ രാജാക്കന്മാരാ. വാട മക്കളെ, ബായോ പേപ്പർ വേണ്ട നിങ്ങക്ക്? ബായോ എന്തിട്ടാടാ അവിടെ കിടന്ന് പരിങ്ങണേ? വാടാ, നീയൊക്കെ എഴുതിയ പേപ്പറാണ് തരാൻ വിളിക്കണേ. ഇങ്ങോട്ട് വായോ. ഞങ്ങൾക്ക് പേപ്പർ തന്നില്ലേലും കുഴപ്പമില്ല സാറേ. ശിവമോനെ അങ്ങനെ പയ്യലടാ, എന്തായാലും മേടിക്കണ്ട, നമുക്ക് പോയി വെച്ചിട്ട് വരാം. മിന്നുസേ പാവങ്ങളില്ലേ, എന്റെ എത്ര മാർക്ക് പോലെ ഈ പാവങ്ങൾക്ക് ഉണ്ടായില്ലെന്ന് തോന്നണേ അല്ലേ മിനുസേ? അല്ല നിനക്ക് എത്ര മാർക്ക്? അത് പിന്നെ നിനക്ക് 80-50 5അല്ലേ? അതിനാണ് നിങ്ങൾ അഹങ്കരിക്കണം. 5ആയാലും 50ആയാലും എന്നേക്കാളും കുറവല്ലവർക്ക്. മക്കളെ വേഗം വായോ, സമയങ്ങളെല്ലാം. ഷിബു സുബ്രു വേഗം വായോ, പേപ്പർ മേടിച്ചിട്ട് വേഗം പോ. ബാബാ സുബ്രമോനെ, എന്നാൽ നമ്മൾ രണ്ടുപേരും എന്താ ഒരുമിച്ച് വിളിക്കണേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വിളിക്കാൻ കാരണം ഇത്രമാരെ എനിക്ക് ആലോചന കിട്ടണില്ല. കൂടുതൽ ആലോചിക്കണ്ട, ചെന്ന് പേപ്പർ മേടിച്ച്. നിങ്ങളുടെ പേപ്പർ തരണേക്ക് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കേടാവാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ടീച്ചർമാരെ എന്തിട്ടാണാവോ?
ഈ ഭൂമി രണ്ടായിട്ട് പിളർന്നു പോണേ. ടെൻഷടിച്ചിട്ട് വയ്യ. അച്ഛോ, നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ച് വിളിക്കാനുണ്ടായ കാരണം എന്താന്ന് നിങ്ങൾക്ക് അറിയോ? അതെന്ത് പേടിച്ചിട്ട് സാറേ. ഇല്ല സാറേ, അറിയില്ല. അതിനുള്ള കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാട്ടോ മക്കൾക്ക്. നിങ്ങൾ ഒരാളിൽ നോക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതാരാന്നുള്ളത് പറയാ. നോക്കിയേ എന്റെ പൂർണ്ണത്രയ്ക്കാ എന്തൊക്കെ പറയണേ. അതായത് കോപ്പി അടിച്ചൊന്ന് നോക്കി എഴുതാന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? കോപ്പി അടിച്ചൊന്ന്. ആരാണ് നിങ്ങളോട് കോപ്പി അടിച്ചത് പറഞ്ഞു? കൂപ്പിടിക്ക്. ഈ മണ്ടന്മാരെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കൂപ്പിടിക്ക്. അച്ഛേ, തമാശ ഈ മണ്ടന്മാരെ ആരെ നോക്കി പിടിക്കണേ? ഇവര് രണ്ടുപേരും മണ്ടന്മാരല്ലേ? പിന്നെ എന്തിട്ടല്ലേ? അയ്യോ സുബ്രഹ്മണ്യെ, ഞാനും കെട്ടിക്കാണ് നിങ്ങള് എന്റെ കുഞ്ഞു കുടുംബന്മാരെ. എല്ലാവരും കേട്ടോ, ഇവര് രണ്ടുപേരിൽ ഒരാളെ നോക്കി കോപ്പി അടിച്ചിട്ടുണ്ട്. കോപ്പി അടിക്കണോണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഒരാൾ എഴുതിയ പൊട്ടത്തരം അതേപോലെ തന്നെ മറ്റേ മണ്ടൻ എഴുതി വെച്ചു. അതായത് രണ്ട് മണ്ടന്മാരും ഒരേ മണ്ടത്തരങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിക്ക. അയ്യോ മോളെ, ചാവൂലെന്ന്. അയ്യോ ഞങ്ങൾ കൂപ്പിടിച്ചിട്ടില്ല. അത്തോ സുബ്രഹ്മണ്യെ, ഞാൻ എന്റെ നോക്കി എഴുതിന്ന് പറയലാടാ. അച്ഛോ പോടാ. അയ്യോ, നിങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല? ഇല്ല സാറേ, ഞങ്ങൾ കൂപ്പിടിച്ചിട്ടില്ല. ഉറപ്പാണോ നിങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല? ഇല്ല സാറേ. നീ ആരുടെ സുബ്ര കളിക്കാൻ കോഴിവാബയാണോ? ഇല്ല സാറേ, ഞങ്ങൾ കൂപ്പിടിച്ചിട്ടില്ല. പേടിച്ചിട്ടില്ലേ? നിങ്ങൾ എഴുതി വെച്ച സംഭവമില്ലേ? അത് ഞാൻ ചോദിക്കാം. അപ്പൊ അതേപോലെ തന്നെ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. എന്തായാലും എഴുതി വെച്ചല്ലേ, നിങ്ങൾക്ക് പറയാനും പറ്റുമല്ലോ. അയ്യോ സാറേ, അത് വേണോ? അതൊക്കെ എന്തിനാ? അതൊക്കെ വെറുതെ സമയം വേസ്റ്റല്ലേ സാറേ. എന്ത് സമയം വേസ്റ്റ്? ഒരു സമയം വേസ്റ്റ് ഇല്ല. ഞാൻ ചോദിക്കാം, നിങ്ങൾ എഴുതി വെച്ച സംഭവം ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നിങ്ങൾ എഴുതി വെച്ച ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ശിവമോനെ, നീ എന്തിനാടാ എന്റെ പേപ്പറിൽ നോക്കി എഴുതിയേ? അച്ഛോ, എല്ലാവരും കേൾക്കണം. നോക്കി എഴുതിയതല്ല എന്റെ പ്രശ്നം. ഒരു പൊട്ടൻ എഴുതിയ ലോക പൊട്ടത്തരം മറ്റവൻ അതേപടി പകർത്തി വെച്ചിക്ക. കുറച്ചെങ്കിലും ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കില്ല. ഞാനിപ്പോ ചോദിക്കാം, അതിന് ഉത്തരം അതിന്റെ ഒരാൾ പറയാം കേട്ടാ. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്റെ തനി സ്വഭാവം പുറത്തെടുക്കും. അതായത് ചട്ടകം പഴിപ്പിച്ച് രണ്ടിന്റെ മൂട്ടിൽ വെക്കുന്നു. അച്ഛോ, പെട്ടടാ. അപ്പൊ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കിറ്റ് ഇന്ത്യ സമരം എന്നാൽ എന്ത്? പറയടാ, ഉത്തരം പറയാൻ. സാറേ, അത് എഴുതി വെച്ചത് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. എന്തിനാവോ? ഓർമ്മ കിട്ടില്ല, ഞാൻ തന്നെ വായിച്ചു പറയാം. എല്ലാവരും കേട്ടോ. പാവങ്ങള്. ഒരു ചേച്ചി കടയിൽ പോയി സാധനം മേടിച്ചപ്പോ ആ സാധനങ്ങൾ ഇടാനായിട്ട് ഒരു കിറ്റ് കൊടുത്തു. സാറേ, ബാക്കി വായിക്കണോ? സാറേ, വേണ്ട സാറേ. എന്താ വായിച്ച കുഴപ്പം? നീയൊക്കെ എഴുതി വെച്ചല്ലേ? അയ്യോ, ആ ചേച്ചിക്ക് കടക്കാര് കൊടുത്ത കിറ്റ് തമിഴ്നാട്ടിലെ കിറ്റായിരുന്നു. അപ്പോ ആ ചേച്ചി ഇന്ത്യയിലെ കിറ്റ് വേണോ എന്ന് പറഞ്ഞ് ആ ചേച്ചി ഒച്ചയുണ്ടാക്കി. അങ്ങനെ ആ ചേച്ചി സമരം ചെയ്തു. കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയിലെ കിറ്റ് വേണം എന്ന് പറഞ്ഞ്. അങ്ങനെ അവസാനം ആ ചേച്ചി കടക്കാര് ഇന്ത്യയിലത്തെ കിറ്റ് കൊടുത്തു. അതാണ് കിറ്റ് ഇന്ത്യ ഈ മണ്ടന്മാര് എഴുതി വെച്ചത്. എന്താ അതിനിപ്പെന്തല്ലേ? ആ ചേച്ചി പാവം ചേച്ചല്ലേ ഇന്ത്യയിലെ കിറ്റ് വേണമെന്ന് പറഞ്ഞത്. അതിനിപ്പോ എന്താ തെറ്റ്? അല്ല പിന്നെ എന്താ എടാ പൊട്ടാ, ഈ തമിഴ്നാട് എവിടെ കിടക്കണേ? ഇന്ത്യയിലല്ലേ തമിഴ്നാട് കിടക്കണത്? ഇന്ത്യയിൽ തമിഴ്നാട്. അത് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഒരു പൊട്ടൻ എഴുതി അതേ പൊട്ടത്തരം മറ്റവൻ എഴുതി പകർത്തി വെച്ചാണ്. നിങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ട കഴുതകളെ? എന്റെ പണ്ടത്തെ സ്വഭാവമാണെങ്കിലേ രണ്ടിന്റെ മുട്ടിൽ ചാട്ടകം പഠിപ്പിച്ചു വെച്ചാൽ ഞാൻ ചാട്ടകം. നിന്നെ പോലുള്ള പൊട്ടന്മാരെ പഠിപ്പിക്കണേക്കാൻ ഭേദം വേറെ വല്ല പഠിക്കും പോണതാ. വേറെ വല്ല പഠിക്കും. എന്തിനാ പറഞ്ഞ കേട്ടില്ല? കുറച്ചുകൂടെ ഓർക്കാനോ പറയടാ. അവനൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞില്ലെന്ന് നീയാണോ പറയണേ? എന്റെ അവന് വായില്ലേ ആ കാര്യം തുറന്നു പറയാനായിട്ട്? ലീലാമന്റെ കുഞ്ഞു കുടുംബന്മാരെ, നിങ്ങൾ പെട്ടല്ലോടാ. അച്ഛോ, നല്ല രസം. അയ്യോ, ഈ രസവും സാമ്പാറും നമ്മൾ കൂട്ടടാ. മാളു സാമ്പാറുണ്ടാ? സാമ്പാറാ? എന്ത് സാമ്പാറാ? അല്ലേ, മാളല്ലേ പറഞ്ഞേ രസവും സാമ്പാറൊന്ന്. ബാക്കി സാമ്പാർ ഇഷ്ടാ. അയ്യോ, ഞാനങ്ങനെ പറഞ്ഞല്ലേ. സാമ്പാറിന് പറഞ്ഞപ്പോ ബാക്കി നീ സാമ്പാറിന്റെ രുചി വായിൽ വന്നു വേളു. അതുകൊണ്ട് പൊട്ടൻ ഇവിടെ സീരിയസ് കാര്യം
നമ്മളൊക്കെ തിന്നാനല്ലേ ജയിക്കണേ. ഞാനൊന്ന് തിന്നാനല്ല ജീവിക്കണം, നീ തിന്നാൻ മാത്രം ജീവിക്കണം. ഇങ്ങനെ ഒരു പൊട്ട. എടാ ഞാൻ ഉദ്ദേശിച്ചതേ മധുമാസി വിറ്റങ്ങളെ പൊരിച്ചു കഴിഞ്ഞ് പേപ്പർ കൊടുത്തതിന് ശേഷം നമ്മുടെ പ്ലാനില്ലേ ഇവരെ ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള പ്ലാൻ. പ്ലാൻ എനിക്കറിയാം, നമ്മുടെ പൈസ പ്ലാൻ അല്ലേ. ഓ ഒന്ന് പതുക്കെ പറഞ്ഞ പൊട്ട. പൈസ വെച്ചു എന്ന് ഉറക്കെ പറഞ്ഞു നമ്മുടെ പ്ലാൻ ചെയ്തില്ലേ. വേണ്ടാടേക്ക് പയ്യെ പറ. സംഭവം മധുമാസി വിറ്റങ്ങളൊന്ന് കൊടുഞ്ഞു കഴിയട്ടെ, അതിനുശേഷം നമ്മുടെ മറ്റേ പ്ലാൻ ഇവിടെ ഇറക്കണം. അതിനുശേഷം 5 കുറിപ്പുകളെ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കണം. സത്യം പറഞ്ഞോ, നിങ്ങളിൽ ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതിയത്? എന്നെ കൊടുക്കലടാ, ഞാനാണ് നിന്റെ നോക്കിയതെന്ന് പറയലടാ. പയ്യല്ലേ ഇപ്പൊ പേടിക്കാനാ പയ്യല്ലേ. ചിലപ്പോ കോച്ചിയുടെ ചേച്ചിലാണെങ്കിലോ കോച്ചിയുടെ ചേച്ചില് കോഴിശോ അതെന്തോന്ന് സാറാടാ? ഞാൻ അങ്ങനെ ഒരു ചാനുണ്ട് കോച്ചിടൻ തോന്നേ. കോഴിച്ചിടൻ ചേച്ചിയാ? അതെന്തോന്ന് സാധനം? സത്യം പറടാ, കോഴിച്ചിടൻ ചേച്ചിയ എന്ന് പറഞ്ഞ ആളല്ലോ നിങ്ങൾ രണ്ടുപേരും നോക്കി എഴുതിയത്. പറടാ, എന്താടാ സാധനം? ശരി, എന്നാൽ ഈ കോഴിച്ചിടൻ ചേച്ചിയാണ് ഒരു പെണ്ണ് എഴുതണത്. ഒന്നറിയില്ല, കോഴിച്ചിടൻ എന്നുള്ള പേര് കേട്ടെന്ന് അറിഞ്ഞോളൂ. അതിൽ പെണ്ണാണ്. അവരെ നോക്കി ഇവരെ എഴുതിണ്ടാവ്. സത്യം പറഞ്ഞ പൊട്ടന്മാരെ, ആരുടെ ഈ കോഴിച്ചിടൻ ചെയ്യാ പറയാൻ? ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് പറഞ്ഞു തൊലക്കടാ. നീ എന്തൊക്കെ ഉദ്ദേശിച്ചെന്ന് ഇപ്പൊ ഇതും തലേരോ ഞമ്മടെ അച്ഛോ. ഞാൻ ഉദ്ദേശിച്ചതല്ലടാ അച്ഛോ. സാറേ ഈ പൊട്ടന്മാർക്ക് പറയാറിയടാ, പറഞ്ഞു തെറ്റിപ്പോയതാ. പറഞ്ഞു തെറ്റിപ്പോയതാ? ആ സാറേ, ഇവന്മാർക്ക് പറഞ്ഞു തെറ്റിപ്പോയിരിക്കും. ഇവന്മാർ ഉദ്ദേശിച്ചത് കോയിൻസിഡൻസ് ആയിരിക്കും. കോയിൻസിഡൻസ് യാദൃച്ഛികമായി, അതായത് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടില്ല. എഴുതിപ്പോ രണ്ടുപേരെ ആൻസർ യാദൃച്ഛികമായി ഒന്നായി പോയതാണ് എന്നാണ് ഈ പൊട്ടന്മാർ ഉദ്ദേശിച്ചത്. കോയിൻസിഡൻസ്. ഓഹോ, കോയിൻസിഡൻസിലാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? നിനക്കൊക്കെ സ്വന്തം പേര് പോലും മര്യാദയ്ക്ക് പറയാൻ അറിയോടാ കഴുതമോറമാരെ. എന്റെ പേര് ഷുബ്രു, ഇവന്റെ പേര് ഷീബു. എന്റെ പേര് ഷീബു, ഇവന്റെ പേര് ഷുബ്രു. ഓ, അതെങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നീക്ക് പറഞ്ഞ പോലെ കോയിൻസിഡൻസ്, അതായത് കോയിൻസിഡൻസ് ആയിട്ട് ഒരേപോലെ വരാം, സമ്മതിച്ചു. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ഒരേപോലെ വരണേ പറഞ്ഞ പൊട്ടന്മാരെ. ഷിബ സുബ്ര എന്നെ ദേഷ്യം പിടിപ്പിക്കാണ്ട് സത്യം പറഞ്ഞു. ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതി? എല്ലാവരും കേട്ടോ, ഇവരെ മാർക്ക് എത്രയാണ്? 80ൽ 0. സോറി മേഡം. ഇവനൊക്കെ കൂട്ടുകൂട്ടി എല്ലാവരും പറഞ്ഞാ മതി. ശരി മേഡം, എനിക്ക് മനസ്സിലായില്ല സത്യത്തിണ്ടായില്ലേ. അവർക്ക് 80ൽ 0. അവർ തോറ്റെന്നല്ല പറഞ്ഞ അങ്ങനെ മുട്ട മേടിച്ചേ. ചിരിക്കണ ചിരിക്കേ. അയ്യോ, ഇവന് പേ പിടിച്ചാ. ബ്രോ, മടവും പകരം കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അല്ലേ? എന്നെ പൊട്ട കല, നിന്നോട് എത്ര കാര്യമായി ഞാൻ പറയുന്നു, കാര്യങ്ങളെല്ലാം സെറ്റുമാവും. ഇനി അവർ പറഞ്ഞ സമയത്തിന് ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. ബ്രോ, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ കാര്യം. എനിക്ക് ധൃതിയിൽ എന്നെ പൊട്ട കല, നീ ധൃതി കൂട്ടിട്ട് എന്റെ കാര്യം ധൃതി കൂട്ടിട്ട് കാര്യമില്ല. കാര്യങ്ങളെല്ലാം സമയമാവുമ്പോൾ അവർ സെറ്റാക്കും. എന്തായാലും 5 മിനിറ്റും കൂടെ ഉള്ളൂ പേപ്പർ കൊടുത്തിരിക്കാനുള്ള സമയം. അത് കഴിഞ്ഞ ശേഷം മടവും പകരനും ഒരു മാസത്തോട് കാര്യങ്ങൾ അവർ തിരിപ്പിച്ചോളൂ. അതിനുശേഷം നീ പോയി ക്ലാസ്സിൽ പോയി അന്വേഷിച്ചാൽ മതി. അതായിരിക്കും നല്ലത്. അത് അത്രയ്ക്കുള്ളൂ ഷുനി ബ്രോ. അത് ഇത്രയ്ക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റിലും നീ ചോദിക്കുന്നുണ്ടല്ലോ അത് സെറ്റയോ ഇത് സെറ്റയോ എന്നോ. ഷുനി ബ്രോ, അതെന്റെ ആകാംക്ഷയാണ്, ആകാംക്ഷ. ഇടപെട്ട കല, നിന്നെ പോലെ തന്നെ എനിക്കും ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട്. പക്ഷേ ക്ഷമിച്ചാലേ കാര്യങ്ങളെല്ലാം ഈസിയായി നടക്കൂ. നീ തൽക്കാലം ഇവിടെ ഇരിക്കെ. പറഞ്ഞ പോലെ ബ്രോ. എന്റെ പൊന്നു ഡോക്ടറെ, ഈ ഡോർ നടക്കാൻ പറ. ഞങ്ങൾ എങ്ങനെയെങ്കിലും അയ്യോ. എടാ മാവിനെ, നീ പേടിക്കണ്ടത് കൂട്ടോ, നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഇവിടെ പറട്ടെ, എന്റെ പേര് മാവിന്നൊന്നല്ലേ. എന്റെ പേര് മെൽവിന്ന്. എത്ര പ്രാവശ്യം ഈ കരട്ട കളവിനോട് പറഞ്ഞു കൊടുക്കണേ. തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാൻ കാരണം വരുന്നുണ്ടല്ലോ. എനിക്ക് ഫുഡ് അടിക്കാൻ സമയമായി. എന്തായാലും എന്റർടൈൻമെന്റ് ഇനി വേണ്ട, ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട്. ഇയാൾക്ക് വേണ്ടേ എന്റെ ഡോക്ടറെ? എങ്ങനെയൊന്ന് പോവാ എന്റെ പൊന്നു ഡോക്ടറെ? പിന്നെ നീ പറഞ്ഞു കേട്ടോടാ, ഒരു പ്രാവശ്യം പറഞ്ഞാ മതി. ഒരു പ്രാവശ്യം 100 പ്രാവശ്യം ഈ പറട്ടക്കാരോട് പറഞ്ഞു പോവാന്ന്. എന്നിട്ട് പ്രേതങ്ങൾക്ക് ഞങ്ങൾ നേരെയായിട്ട് ഇട്ടുകൊടുക്കാനുള്ള പ്ലാനല്ലേ?
എന്തായാലും എനിക്ക് ഫുഡ് അടിക്കാനുള്ള സമയമായി. ഇന്ന് എനിക്ക് ചിക്കൻ ബിരിയാണിയും ചർലസാണ്. ഇയാള് അതുകൊണ്ട് എന്റർടൈൻമെന്റ് ഇത്ര മതി. എന്തായാലും 1 മണിയായില്ലേ. അപ്പൊ ശരി, മക്ക പോവാട്ടാ. ബായോ. ഭാഗ്യം ഇഷ്ടടഞ്ഞു. സന്തോഷായില്ലേ? എന്റെ അടുത്ത് സന്തോഷായില്ലേ? എന്റർടൈൻമെന്റ് എങ്ങനെയുണ്ട്? അവന്റെ ഒരു എന്റർടൈൻമെന്റ്. ഇവിടുത്തെ പുറത്തിറങ്ങിയുടെ കാണിച്ചിടെ പറ്റ ഡോക്ടർ. സത്യമായിട്ട് പറഞ്ഞോ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടില്ല. ഞങ്ങൾ നോക്കിയിട്ടില്ല. നോണ പറഞ്ഞ രണ്ടിന്റെയും മൂട്ടില് ഞാൻ ശൂലം കുത്തി കയറ്റും. ഉള്ളത് പോലെ പറഞ്ഞോ? നോക്കി വെച്ചിട്ടില്ല. ഇതോടാ ആരാ പറഞ്ഞ നോക്കിയാൽ എന്താടാ സുബ്രു എന്നെ പെടുത്തില്ലടാ പ്ലീസടാ. ഇവറ്റങ്ങളുടെ കാര്യം എന്തായാലും ഇതോടുകൂടി തീരുമാനവും അല്ലടാ. ഉള്ളത് പോലെ പറഞ്ഞോ? ഉള്ളത് പോലെ പറഞ്ഞ മൂട്ടില് ശൂലം കുത്തി കയറ്റുള്ളൂ. നോണ പറഞ്ഞ ചെവിട്ടില് ശൂലം കുത്തി കയറ്റും. എന്തോന്ന് ശിവമോനെ എന്തായാലും ചൂല കുത്തിക്കറ്റും. അപ്പൊ ഒന്നും പറയണ്ട പോലെ എന്താ തീരാമണിയുടെ കുഞ്ഞു കുടുംബമാരെ നിങ്ങളുടെ കുണ്ടിയിലും ചെവിട്ടിയിലൊക്കെ ചൂല കുത്തി കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുക? ഈ ലീലാമണി പറയണതൊക്കെ നിങ്ങൾ എങ്ങനെ കേൾക്കാ? എന്റെ കുഞ്ഞു കുടുംബമാരെ മിന്നൂസ് അവരേക്കളൊക്കെ മാർക്ക് ഈ രാഹുലിനുള്ളത് പറഞ്ഞുകൊണ്ട് ഈ രാഹുല് രക്ഷപ്പെട്ടു. അല്ലേ അതിന് മൂട്ടിലൊക്കെ ചൂല കുത്തി കയറ്റിന സാറ്. 5 മാർക്കണോ നിന്റെ കൂടുതല്? 5 മാർക്കുണ്ട് കൂടുതലല്ലേ ഈ മിന്നൂസിന്റെ ഒരു കാര്യം. രണ്ടുപേരും ഒരേ പൊട്ടത്തരങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ക്ഷമ എടുത്താതെ വേഗം പറഞ്ഞോ, അല്ലെങ്കിൽ ഇല്ല സാറേ ഇല്ല. ഇതെന്തോന്നു? നിങ്ങൾ രണ്ടുപേരും നോക്കി എഴുതിയിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേപ്പറിൽ ഒരേ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വന്നത്? എങ്ങനെയാണ്? നിന്റെ ഉടുക്കത്തൊരു ഹിപ്പപ്പ് അച്ചോ. ഹിപ്പപ്പ് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്ന തോന്നണ. അതിന് മുമ്പ് ഇങ്ങനെ ചൂല കുത്തി ഇറക്കും. അച്ചോ നീയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആൻസറിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. അത് വേണം, നല്ല രീതിയിൽ വേണം. വേണ്ട പിള്ളേരെ, വേണ്ടേ? യുവമാരെന്തിനാ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? എന്റെ കുഞ്ഞു കുറുമ്പമായെ നിങ്ങൾ വീണ്ടും നാണം കട പോയല്ലയോ? ഭൂമി കറങ്ങുന്നത് എങ്ങനെ? നീയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ ഒന്ന് പറഞ്ഞേ. എനിക്ക് ഓർമ്മയില്ല. അച്ചോ ഓർമ്മയില്ലെന്നാ? എന്തോർമ്മയില്ലെന്ന്? നീയൊക്കെ എഴുതി വെച്ചത് നിനക്ക് എങ്ങനെ മറന്നു പോണേ? എങ്ങനെ ഓർമ്മയില്ലെന്ന്? സാറേ ആ സമയത്ത് പഠിച്ചെഴുതിയതല്ലേ. അപ്പൊ പരീക്ഷ കണ്ട് കുറച്ച് നാളായില്ലേ, അതുകൊണ്ട് മറന്നു പോയതായിരിക്കും. ആ സാറേ മറന്നു പോയതാ. അപ്പൊ പഠിച്ചെഴുതല്ലേ സാറേ മറന്നു പോയതാ. മറന്നുപോയത് ഇങ്ങനെ ഓർമ്മിപ്പിക്കണം, ഓർമ്മിപ്പിക്കാം. എല്ലാവരും കേട്ടോ, ഈ മണ്ടന്മാരെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഭൂമി കറങ്ങുന്നത് എങ്ങനെ. അതിന്റെ ആൻസർ ഇവന്മാര് എഴുതി വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ തല്ല് കിട്ടുന്നായിരുന്നു. അച്ചോ ഭൂമി കറങ്ങുന്നത് നമ്മുടെ സദാനന്ദം മാഷ് സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഭൂമി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങളും കറക്കി കറക്കി കാണിച്ചു തരും. അതാണ് ഇവന്മാര് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് അതായത് ഭാഷയാണോ ഭൂമി ഇറക്കണ സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഇനി എങ്ങനെയും ഒന്നിലും വേണ്ട ചിരിക്കാം. അപ്പൊ സദാനന്ദ ഭാഷയാണ് ചിരിച്ചും ഭൂമി കിടക്കണത്. അച്ചോ ഇതോ ഞാനറിയില്ലല്ലോ. സദാനന്ദ ഭാഷപ്പോ അച്ചോ. എടാ മരപ്പൊട്ടന്മാരെ, ഈ സദാനന്ദ മാഷാണോ ഈ സ്കൂളിൽ ഇരുന്നിട്ട് ഈ ഭൂമി മൊത്തം ഇരുന്ന് കറക്കണത്? നീയൊക്കെ എന്ത് പൊട്ടത്തറടെ എഴുതി വെച്ചിരിക്കുന്നത്? സദാനന്ദ മാഷിന് ഈ ഭൂമി മൊത്തം കറക്കാനുള്ള ശക്തി ഉണ്ടാടാ? ഉണ്ടാ? ഈ ഭൂമി മൊത്തം സദാനന്ദ മാഷിന് കറക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ എന്തിനാടാ ഈ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പറ്റാ സദാനന്ദ മാഷ്? വേറെ വല്ല പണിക്കും പോലെടാ ഇത്രയും ശക്തിയുള്ള സദാനന്ദ മാഷ. ഇതൊക്കെ എങ്ങനെ ഉദ്ദേശിച്ചാലും ഭൂമി മൊത്തം സദാനന്ദ മാഷ് സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കറക്കേ. ഇങ്ങനൊരു മരപ്പൊട്ടന്മാരാണല്ലോ ഈ സ്കൂളിൽ മൊത്തം. നിന്റെ മൂട്ടിൽ കേട്ടിട്ടുണ്ട്, നിന്റെ വേറെ സ്ഥലത്തുള്ള ചൂരം കേട്ടിട്ടുണ്ട് പൊട്ടന്മാരെ. അങ്ങനല്ല ഭൂമി കറങ്ങണത്. അതന്നെ ഉദ്ദേശിച്ച. പിന്നെ എന്തുദ്ദേശിച്ചു നീയൊക്കെ പറയണത്? ഭൂമി കറങ്ങണത് എങ്ങനെയാണുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതി വെച്ച് സദാനന്ദ മാഷ് സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഭൂമി കറക്കാന്നുള്ള എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ? നിന്നൊക്കെ പറഞ്ഞിട്ട്
എടാ സുബ്രമോനെ, നീ എന്തിനാണ് ഇതൊക്കെ എഴുതി വെച്ചാ? ശരിക്കും ഭൂമി കറങ്ങണ സദാന്റെ മജാണോടാ? ഈ പൊട്ടച്ചക്കട നിന്റെ പേപ്പറിൽ നോക്കി എഴുതാ എന്നെ പറഞ്ഞാ മതി. അച്ചോ സുബ്രമോനെ, ഒരു മറ്റേ എഴുതിട്ടാ നിന്നോട് ആരെ പറഞ്ഞ എന്റെ പേപ്പറിൽ എഴുതാനായിട്ട് പറഞ്ഞ? അല്ല പിന്നെ എന്താണ് അവിടെ എഴുതുന്ന കുശിച്ചിപ്പ്? ഇങ്ങനെ കേൾക്കണം പറ. ഭൂമി കറക്കണ സാധാരണ തമാശനോടാ ആണോടാ? അത് പിന്നെ സാറേ, സദാന്റെ മാഷ് ഭൂമി കറക്കണ കാണിച്ചല്ലോ. ഒരു ഭൂമിയുടെ ഊരുണ്ട ഭൂമി ഇട്ടിട്ട് 2 ചക്രായിട്ട് ഭൂമി ഇവിടെ വന്നിട്ട് സദാന്റെ മാഷ് ഭൂമിയെ കറക്കി കറക്കി കാണിച്ചല്ലോ. ഇവിടെ ഇന്ത്യ, ഇവിടെ അമേരിക്കയൊക്കെ വന്നിട്ട് അപ്പൊ സദാന്റെ മാഷല്ലേ ഭൂമി കറക്കിയത്. എന്തോന്നടാ? സാറേ, സദാന്റെ മാഷ ഭൂമി കറക്കി കാണിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു സദാന്റെ മാഷാണ് ഈ ഭൂമി മൊത്തം കറക്കണേന്ന്. എടാ പൊട്ടന്മാരെ, അത് ഗ്ലോബല്ലേ, ഗ്ലോബ് കറക്കി നിങ്ങളെ കാണിച്ചു തന്നതിനാണോ നീയൊക്കെ പറഞ്ഞ സദാനന്ദ മാഷാണ് ഭൂമി കറക്കണമെന്ന്? നിന്നെ കൊണ്ടൊക്കെ അത് സാറേ, ഭൂമി കറക്കി കാണിച്ചത് സദാന്റെ മാഷായോണ്ടാ അങ്ങനെ പയ്യാൻ കാരണം. എടാ മണ്ടന്മാരെ, നിന്നെയൊക്കെ ഭൂമി കറക്കി കാണിച്ചു തന്നതല്ലേ സാറ്? അതായത് അതല്ലേ ഞാനും പറഞ്ഞേ, ഭൂമി സാറ് സദാന്റെ മാഷ കറക്കിയെന്ന്. എന്താ സാറേ നിങ്ങൊക്കെ പറഞ്ഞ എന്നെ പറഞ്ഞാ മതി എന്റെ പൊന്നു മക്കളെ. എടാ അത് ഭൂമിയല്ലല്ലോ, ഭൂമിയുടെ രൂപമല്ലേ. ആ രൂപത്തിന് ഗ്ലോബ് എന്ന് പറഞ്ഞ ആ ഗ്ലോബ് കറക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നെ എങ്ങനെയാന്ന്. അതന്നെ ഞങ്ങളും പറഞ്ഞേ, ഭൂമിനെ സദാന്റെ മാഷ കറക്കിന്ന്. എന്തിനും കറക്കില്ലേ? അത് ശരിയാണല്ലോ. സദാന്റെ മാഷാണല്ലോ ഭൂമി ഇറക്കിയത്. സദാന്റെ മാഷ അച്ചോ, സദാന്റെ മാഷ തെറ്റുള്ളവനാണ്. സദാന്റെ മാഷ ഇവിടെ നിന്ന് കറക്കുമ്പോ ഭൂമി കിടന്ന് കറങ്ങാലേ. ഒച്ചോ